ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനിപ്പോൾ 1 വർഷം മുമ്പ്, എക്സ്പയറി ഡേറ്റിന് 1 വർഷം മുമ്പ് തന്നെ നമുക്ക് പുതുക്കാം. അത്രയും ടൈം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞും 1000 രൂപ ഫൈൻ അടച്ചുകൊണ്ട് പുതുക്കാം. ആ രീതിയിൽ 2 വർഷം ഒരു സ്പാൻ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഇന്ത്യയിൽ വന്ന് പുതുക്കിക്കോട്ടെ എന്ന രീതിയിലാണ്. പക്ഷേ ഇന്ത്യയിൽ വരാതെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതുക്കാം. അതിൽ എല്ലാം പൂർണ്ണമായിട്ട് ഓൺലൈനാണ്. സാരഥിയുടെ ഡാറ്റാബേസിൽ കയറിയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് തന്നെ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാം. അതിൽ ആകെപ്പാടെ ഉള്ളൊരു ഇഷ്യൂ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങണം. അപ്പോൾ അത് വിദേശത്താണെങ്കിൽ അത്തരം ഒരു ഡോക്ടറെ കണ്ടെത്തി ആ സർട്ടിഫിക്കറ്റ് ഒപ്പിടിക്കേണ്ട ഒരു ഇഷ്യൂവേ ഉള്ളൂ. അതിനുശേഷം അവിടെ നിന്ന് ഓൺലൈൻ അപ്ലോഡ് ചെയ്താൽ മതി. ലൈസൻസ് അത്ര സിമ്പിളായിട്ട് നമുക്ക് പുതുക്കിയെടുക്കാം. യഥാർത്ഥത്തിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് എന്നൊരു ലൈസൻസ് ഇല്ല. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റാണത്. അത് ജനീവ കരാർ അനുസരിച്ചിട്ട് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ഉള്ള കുറേയധികം രാജ്യങ്ങൾ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 വർഷത്തെ ഒരു പെർമിറ്റാണ്. അത് ഒരു ഓൺലൈനാണ്. അത് ആവശ്യമുള്ള ആൾക്കാർക്ക് പാസ്പോർട്ടും ആധാറും വെച്ചിട്ട് നമ്മുടെ ലൈസൻസ് എടുത്ത ഏത് അതോറിറ്റിയാണ്, ആധാറുള്ള അഡ്രസ്സുള്ള അതോറിറ്റി ഏതാണ്. ഇപ്പോൾ വയനാടാണെങ്കിൽ വയനാട് RT ഓഫീസ്, സബ് ഓഫീസിൽ നിന്ന് കൊടുക്കത്തില്ല. വയനാട് RT ഓഫീസിലേക്ക് ഓൺലൈൻ അപ്ലോഡ് ചെയ്താൽ 24 മണിക്കൂറിനകം അത് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് 1 വർഷം വിദേശത്ത് ആ ബുക്കിൽ ഉണ്ടാവും ഏതൊക്കെ രാജ്യങ്ങൾ ഇത് വാലിഡാണ്. നാളത്തെ രാജ്യങ്ങളിൽ പോയിട്ട് റെൻ്റേ ക്യാബ് വാടകയ്ക്കെടുത്ത് സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യുക. ടൂറിസത്തിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിറ്റാണ്. അത് ലൈസൻസ് എന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന. നമുക്ക് ഹോം രാജ്യത്ത് ലൈസൻസ് ഉള്ള ആൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഓടിക്കാനാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ സിറ്റിസൺ ആയിരം ആൾ ഗൾഫിൽ നിന്ന് ഇൻ്റർനാഷണൽ പെർമിറ്റ് എടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് വന്ന് ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുകയില്ല ആക്സിഡൻ്റ് ഉണ്ടായാൽ. അതായത് അവരവരുടെ സിറ്റിസൺഷിപ്പുള്ള രാജ്യത്തുനിന്ന് വേണം ഒരാൾ ഇൻ്റർനാഷണൽ പെർമിറ്റ് എടുക്കാൻ. ഇപ്പോൾ ഗൾഫിലുള്ളവർ അങ്ങനെ ഗൾഫിൽ ലൈസൻസ് ഉള്ള ആൾക്കാർ അവിടുന്ന് ഇൻ്റർനാഷണൽ പെർമിറ്റ് എടുത്ത് കേരളത്തിൽ വന്ന് ഓടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആക്സിഡൻ്റ് ഉണ്ടായ സമയത്ത് ഇങ്ങനെ ലീഗൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് കേരളത്തിൽ പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ് ചെയ്തു. അത് ജനങ്ങൾക്ക് അപ്പോൾ തന്നെ നമുക്ക് അപേക്ഷയിട്ട് അപ്രൂവ് ചെയ്യുമ്പോൾ അപ്രൂവൽ മെസ്സേജ് ഓരോരുത്തരുടെ ആ മൊബൈൽ നമ്പറിൽ ലഭിക്കും. അപ്പോൾ തന്നെ അവർക്ക് സൈറ്റിൽ കയറിയിട്ട് OTP വെച്ചിട്ട് ഡിജിറ്റൽ അറസ്റ്റ് ഡൗൺലോഡ് ചെയ്യും. അതൊരു PDF ഫോർമാറ്റാണ്. അടുത്ത ട്രാൻസ്ഫർ ചെയ്യുക, വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കേണ്ട സമയത്തൊക്കെ ഇത് മതി. ഇനി RC ബുക്ക് പണയം വെക്കുന്ന രീതികളൊക്കെ പണ്ടുണ്ടായിരുന്നു. അത് നിയമവിരുദ്ധമായിട്ടൊരു പ്രവൃത്തിയാണ്. RC ബുക്കിലല്ല പണയം സംഭവിക്കുന്നത്, വാഹനത്തിന് ലോൺ എടുക്കുമ്പോഴാണ്. അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻസിയേഴ്സ് ഫോം 34 ഫീസ് 1500 രൂപ ഫീസും അടച്ചിട്ട് RTO തരുമ്പോൾ RC ബുക്കിലേക്ക് ആ ഫിനാൻസറുടെ പേരെഴുതി കൊടുക്കുകയാണ്. അതിനാണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത്. ആ പ്രവൃത്തി ഒഴിച്ചിട്ട് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളായിരുന്നു. അത് ഇനിയിപ്പോൾ അത്തരം ഒരു സാധനമില്ല.